നമസ്കാരം സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്ക് സ്വാഗതം. നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് ആണ് പഠിക്കുന്നത്. ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അവിടെ സ്റ്റെറൈൽ ഏരിയ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻ കേസ് ഒരു സ്റ്റെറൈൽ ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു IV പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, അതിനെന്തെങ്കിലും ബേസിക് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണ്ടോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കൂടുതൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലേ ഈ ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കണ്ടന്റ് വെച്ചിട്ട് വളരെ വലുതാണ്, അല്ലെങ്കിൽ അധികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വാസ്റ്റായിട്ട് കൊടുക്കാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അത്ര വലിയ പാടുള്ള കാര്യമില്ല. നമുക്കൊന്ന് ഒരു ഐഡിയ ഉണ്ട്, ഒരു ബ്രീഫിംഗ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനുണ്ടെങ്കിൽ നമുക്കിത് ഫുള്ളി എഴുതാൻ പറ്റും. തറവായിട്ട് ഇതൊന്ന് വായിച്ച് വെക്കുക, ഒരുപാട് പ്രാവശ്യം വായിക്കുക. ഒരുപാട് പോയിന്റ്സുകളുണ്ട്, ആ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ആ പോയിന്റ്സ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിന് ബേസിക് തിയറികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ, ആ പോയിന്റ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മെയിനായിട്ട് നമുക്ക് കുറച്ച് ടോപ്പിക്സ് പറയുന്നുണ്ട്, അവിടെ എത്തുമ്പോൾ ഞാൻ പറയാം, അതിനിച്ചിരി ഒന്ന് എംഫസൈസ് ചെയ്യണം എന്ന് പറയാം. അപ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ നോക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്. നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ്? ഒരു സർജറി കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, നമ്മൾ അടുത്തൊരു പേഷ്യൻ്റ് അതേപോലെ ഡയറക്റ്റ്ലി റോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലേ, നമ്മൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും വേറെ ഫോറിൻ ബോഡീസ് ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ളതിൻ്റെ മെയിൻ എയിം ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർജറിക്ക് ശേഷമോ ഒരു പ്രൊസീജിയറിന് ശേഷമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യവും ആയിക്കോട്ടെ, ആ സമയങ്ങളിലൊക്കെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഫോറിൻ ബോഡീസിൽ നിന്നൊക്കെ എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിന് ഒരു പരിധി വരെ ഒരു മേജർ റോള് വഹിക്കുന്നുണ്ട്. സെക്കൻഡ് വൺ ഈസ് മെഡിക്കൽ സപ്ലൈസ് ആണ്. മെഡിക്കൽ സപ്ലൈസ് ഇൻ ദ സെൻസ്, നമുക്കറിയാം നമ്മളൊരു ഹോസ്പിറ്റലിൽ എന്ന് വിചാരിക്കുക, അപ്പോൾ പുറത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഒരു അസെപ്റ്റിക് കണ്ടീഷൻ, അല്ലെങ്കിൽ നമുക്ക് അസെപ്റ്റിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അസെപ്റ്റിക് കണ്ടീഷൻസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. അതായത് ഫോറിൻ ബോഡീസ് ഒന്നും ഇല്ലാണ്ട് എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ട് സേഫ് ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട്. സോ അവിടെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. സോ തേർഡ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഡ്രഗ്സ് ആകാം, ഡയഗ്നോസ്റ്റിക്സ് ആകാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. സോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ IV ഫ്ലൂയിഡ്സ് നോക്കുവാണ്. അപ്പോൾ IV ഫ്ലൂയിഡ്സ് ഒക്കെ എന്താണ്, വളരെ ഒരു അസെപ്റ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ ചില സമയങ്ങളിൽ നമ്മൾ ചെറിയ റീസണബിൾ ആയിട്ടുള്ള ഒരു കെയർ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് വൺ ഈ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതല്ല, മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പറയാം. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെന്റ്സ് സർജറിയിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ നമുക്ക് കോറിലേറ്റ് സംസാരിക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ മാനുഫാക്ചറിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും റീസണബിൾ ആയിട്ടുള്ള ഒരു കാരണം എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ്? നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നു നമുക്ക് നോക്കാം. ദിസ് ഇൻക്ലൂഡ് ഡിവൈസ് സച്ച് ആസ് ഹോസ്പിറ്റൽ ബെഡ്സ്, സർജിക്കൽ ടേബിൾസ്, ഡയഗ്നോസ്റ്റിക് മെഷീൻസ്, എക്സാമ്പിൾ എക്സ്റേ മെഷീൻസ്, MRI സ്കാനേഴ്സ്, അൾട്രാസൗണ്ട് മെഷീൻസ്, അനസ്തേഷ്യ മെഷീൻസ്, പേഷ്യന്റ് മോണിറ്റേഴ്സ്, വെന്റിലേറ്റേഴ്സ് ആൻഡ് അതർ സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ എക്യുപ്മെന്റ് യൂസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സർജറിക്ക് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ MRI എടുക്കുന്നതോ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്നതോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതേ സമയത്ത് ഒരു പോർട്ടബിൾ എക്സ്റേയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എക്സ്റേസ് നമുക്ക് കിട്ടിക്കൊണ്ട് വേണം, അല്ലെങ്കിൽ അത് കിട്ടുന്ന കൂടെ തന്നെ നമുക്ക് സർജറി ചെയ്യണം എന്നൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, അത് ഫോറിൻ ബോഡിയിൽ നിന്ന് ഫ്രീ ആയിരിക്കണം. അല്ലാണ്ട് ഒരുപാട് ഫോറിൻ ബോഡീസ് ഒക്കെ ഉണ്ട്, മൈക്രോ ഓർഗാനിസം ഉണ്ട്. സോ നമ്മൾ ഒരു ഓപ്പൺ സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ഇതിന് ഫോറിൻ ബോഡീസോ കണ്ടാമിനേഷൻസോ ഇതിലേക്ക് വീഴാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ട്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന സെപ്സിസ് അല്ലെങ്കിൽ
അല്ലെങ്കിൽ സെപ്സിസ്, ഷോക്ക്, ഇൻഫെക്ഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സിലും അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന് ഒരു പ്രോട്ടോകോൾ ഫോം ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറയുക, അതിന് വരുന്ന അല്ലെങ്കിൽ എൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ തന്നെ സ്റ്റെറൈൽ ഏരിയ, നോൺ സ്റ്റെറൈൽ ഏരിയ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് ത്രൂ ഔട്ട് ഇത് സ്റ്റെറൈൽ നോൺ സ്റ്റെറൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് സ്റ്റെറൈൽ ഏരിയ, നോൺ സ്റ്റെറൈൽ ഏരിയ ആണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക്സ് തരിക എന്നുള്ളത് മാത്രമേ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്റ്റെറൈൽ, നോൺ സ്റ്റെറൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നമുക്കറിയാലോ സർജറി ചെയ്യാനായിട്ട് എന്തോ കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്, ഫോസെപ്സ്, സ്കാൽപ്പൽസ്, സിസേഴ്സ്, ക്ലാംസ്, നമ്മൾ ഒരുപാട് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമുക്കറിയാം അല്ലേ. ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ രീതി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രോട്ടോകോൾ ഫോം ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. സോ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ദീസ് ആർ ദ ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ബൈ സർജൻ ആൻഡ് മെഡിക്കൽ പ്രൊഫഷണൽസ് ഡ്യൂറിങ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. So they include scalpels, forceps, scissors, retractors, clamps and other handheld instruments used for various surgical interventions. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമുക്കൊരു സർജറിക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സർജറി നടക്കുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. ഈ ഫാക്ടേഴ്സിനെ ഒക്കെ നമുക്ക് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാം. എപ്പോഴും ആലോചിക്കുക, സർജിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട്, അതായത് ഫോറിൻ ബോഡീസ് ഒന്നും ഇല്ലാണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഒന്നും ഇല്ലാണ്ട് നല്ല ഫ്രീ ആയിട്ടുണ്ടാവണം അല്ലേ. കണ്ടാമിനേഷൻ, സീറോ കണ്ടാമിനേഷൻ ആയിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എപ്പോഴും ഉണ്ടാവേണ്ടത്. സോ നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം, ഡിസ്പോസിബിൾ മെഡിക്കൽ സപ്ലൈസസ്. എന്താണ് ഡിസ്പോസിബിൾ മെഡിക്കൽ സപ്ലൈസസ്? ഡിസ്പോസിബിൾ മെഡിക്കൽ സപ്ലൈസസ്, hospital requires a wide range of disposable supplies to maintain hygiene and prevent infection. അതായത് നമുക്ക് ഒറ്റ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് നമ്മൾ ചില കാര്യങ്ങൾ ഒറ്റ സമയത്ത് ഉപയോഗിക്കുള്ളൂ. ഒരു സിറിഞ്ച്, അതായത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഡിസ്പോവാൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കമ്പനിയുടെ അതിൽ നിങ്ങൾ സിറിഞ്ച് കണ്ടിട്ടുണ്ടാവും, സിംഗിൾ യൂസ് ഓൺലി എന്ന് എഴുതിയിട്ട് ഒരു വട്ടത്തിനകത്ത് ഒരു 1 എന്നിട്ടിട്ട് ഇങ്ങനെ വെട്ടിയിട്ടോ അല്ലെങ്കിൽ 2 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അത് സിംഗിൾ യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ടിക്കോ അല്ലെങ്കിൽ വെട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂടുതൽ. അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദീസ് ഇൻക്ലൂഡ്സ് ഐറ്റം ലൈക്ക് ഗ്ലൗ, mask, gown, drapes, syringes, needles, catheters, wound dressing and various other single use medical supplies. ഉണ്ടോ, അത് സിംഗിൾ യൂസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിനകത്ത് വരുവുള്ളൂ. എക്സാമ്പിൾ ഗ്ലൗസ് ഉണ്ട്, മാസ്ക് ഉണ്ട്, സിറിഞ്ചസ് ഉണ്ട്. പണ്ട് കാലങ്ങളിൽ സിറിഞ്ചസ് ഒക്കെ ഒരാൾക്ക് ഉപയോഗിച്ച് വീണ്ടും വീണ്ടും ഒക്കെ ഉപയോഗിക്കുന്ന ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി, ഒരുപാട് ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടായതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്, അതങ്ങനെ വേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നെ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാതെ സിംഗിൾ യൂസിലേക്ക് മാത്രം വരുന്നത്. പണ്ട് കാലങ്ങളിൽ മെറ്റാലിക് സിറിഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ നീഡിൽസ് മാത്രം മാറ്റിയിട്ട് വീണ്ടും വീണ്ടും മാറ്റി ഉപയോഗിക്കുക എന്നുള്ളതുണ്ട്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെ ജപ്പാൻ ജ്വരം പദ്ധതിൻ്റെ ഭാഗമായിട്ട് വാക്സിനേഷൻ എടുക്കണമെന്ന്. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരൊറ്റ സിറിഞ്ച് ഉപയോഗിക്കും, നീഡിൽ മാത്രം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 കുട്ടികൾക്ക് ഒറ്റ സിറിഞ്ച് നീഡിൽ മാത്രം മാറ്റുന്നു. അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാര്യം പിന്നെ അത് പാടില്ല, സേഫ്റ്റി മാറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. സോ ഡിസ്പോസിബിൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സിംഗിൾ യൂസ് മാത്രം ചെയ്യേണ്ടതിന് ഒരു സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ടോപ്പിക് ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് ആണ്. നമുക്കറിയാലോ ഒരു ലാബിൽ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം, അല്ലെങ്കിൽ ഒരു ലബോറട്ടറി എത്രത്തോളം നമ്മളെ ഒരു ഹോസ്പിറ്റലിനെ ബാധിക്കുന്നുണ്ട്, അതിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാട്ട്സ് എ മേജർ റോൾ പ്ലേയിങ് ബൈ ലബോറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. റീസൺ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഓഫൻ ഹാവ് വൺ സൈറ്റ് ലബോറട്ടറി ഫോർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് റിസർച്ച് പേർപ്പസസ്. അതായത് നമ്മുടെ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡയഗ്നോസിസോ അല്ലെങ്കിൽ റിസർച്ച് പേർപ്പസുകളൊക്കെ നടക്കുന്ന ഒരു അസുഖം ഡയഗ്നോസ് ചെയ്യാൻ ലബോറട്ടറി അല്ലെങ്കിൽ ആ ഒരു ലബോറട്ടറി സൈറ്റിന് തന്നെ ഒരുപാട് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു മേജർ ഫംഗ്ഷനും ഉണ്ട്. മാനുഫാക്ചറിങ് ഇൻ ദിസ് ഏരിയ ഇൻവോൾവ് പ്രൊഡ്യൂസിങ് ലബോറട്ടറി എക്യുപ്മെന്റ് ലൈക്ക് മൈക്രോസ്കോപ്സ്, സെൻട്രിഫ്യൂജസ്,
accelerators, incubators, pipettes and other instruments used in the medical testing and analysis. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഈ ലബോറട്ടറി എക്യുപ്മെന്റ്സ് എന്തിനാണ് സർജറിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു സാധനം, നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റാത്തൊരു സാധനത്തിനെ വലുതായിട്ട് കാണാൻ വേണ്ടി, അത് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിനകത്ത് നമുക്ക് മൈക്രോ ആയിട്ടുള്ള സാധനങ്ങൾ എൻലാർജ് ചെയ്ത് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് ഒരു സർജറി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈവൻ ഒരു പ്രൊസീജിയർ ആയിക്കോട്ടെ അതിനകത്തൊക്കെ വളരെ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. സോ സെൻട്രിഫ്യൂജസ് നമുക്കറിയാലോ, ബ്ലഡ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ഭരണി പോലത്തെ സാധനത്തിന് വെക്കുന്നു, എന്നിട്ട് അതിനെ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അപ്പം ലോ ഡെൻസിറ്റി ഉള്ളത് ഹൈ ഡെൻസിറ്റി ഉള്ളത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് അതിനെ വേർതിരിക്കാനൊക്കെ പറ്റും അല്ലേ. സോ ഇൻക്യുബേറ്റേഴ്സ് നമുക്കറിയാലോ, ഇൻക്യുബേറ്റേഴ്സ് എന്താണ്, നമുക്കിപ്പോൾ ഒരു ഒരു ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ നമ്മളൊരു ആർട്ടിഫിഷ്യൽ എൻവയൺമെന്റിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് പൈപ്പറ്റ്സ് ആണ്. പൈപ്പറ്റ്സ് നമുക്കറിയാലോ, നമുക്കൊരു ഫ്ലൂയിഡ്, എക്സാമ്പിൾ ഇപ്പോൾ ഒരു അസിഡിക് ഫ്ലൂയിഡ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് ബേസിക് ഫ്ലൂയിഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ടച്ച് പാടില്ലാത്ത എന്തെങ്കിലും തരത്തിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, നമുക്ക് അതിനെ വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കോരി എടുക്കാം നല്ല ചെയ്യുക, നമ്മൾ എന്താ ചെയ്യുക, പൈപ്പറ്റ്സ് യൂസ് ചെയ്യാണ്. പിപ്പറ്റ്സ് എന്നോ പൈപ്പറ്റ്സ് എന്നോ നിങ്ങൾക്ക് പറയാം കേട്ടോ. സോ ആൻഡ് അതർ ഇൻസ്ട്രുമെന്റ് യൂസ് ദ മെഡിക്കൽ ടെസ്റ്റിംഗ് ആൻഡ് അനാലിസിസ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാനും അനാലിസിസ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ലബോറട്ടറി എക്യുപ്മെന്റ്സിനകത്ത് വരുന്നതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫാർമസ്യൂട്ടിക്കൽസ്. നമ്മളിത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. സോ നമ്മൾ ഇച്ചിരി ഡ്രാസ്റ്റിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. വൈൽ നോട്ട് ദ ടിപ്പിക്കൽ അസോസിയേറ്റ് വിത്ത് ഹോസ്പിറ്റൽ മാനുഫാക്ചറിംഗ്, സം ഹോസ്പിറ്റൽ മേ ബി ഇൻ ഹൗസ് ഫാർമസീസ് ഓർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഫോർ കോമ്പൗണ്ടിങ് മെഡിക്കേഷൻ ഓർ പ്രൊഡ്യൂസിങ് സർട്ടൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്. അതായത് നമ്മൾ ഈ ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് അകത്ത് നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽസിനെ പറ്റി പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ നമ്മളെ ഫാർമസിയിൽ തന്നെ നമ്മൾ കോമ്പൗണ്ടിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തന്നെ കോമ്പൗണ്ട്, ഇപ്പോൾ ടിഞ്ചർ ഓഫ് ഐഡിനൊക്കെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് പണ്ട് കാലങ്ങളിൽ കൊടുക്കലുണ്ട്. ഈവൻ ദ പാരസ്റ്റമോൾ പോലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് എത്ര വേണം എന്ന് ഉണ്ടാക്കി നമ്മൾ കൊടുക്കലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോഴും പല ഹോസ്പിറ്റലുകളിൽ ചില പ്രൊഡക്ട്സ് അവർ ഉണ്ടാക്കുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാവാം, ഫ്ലൂയിഡ്സ് ആവാം, IV ഫ്ലൂയിഡ്സ് ആവാം, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിനകത്ത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല കോമ്പൗണ്ടിങ് മെഡിക്കേഷൻസ് ഓർ പ്രൊഡ്യൂസിങ് സർട്ടൈൻ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, അത് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല, സർട്ടൈൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതെന്ത് വേണമെങ്കിലും ആവാം, IV ഫ്ലൂയിഡ്സ് ആവാം, ഈവൻ ദ ടാബ്ലറ്റ്സ് ആണെങ്കിൽ പോലും അവർക്ക് അതിനുള്ളൊരു ഇതുണ്ട്, അവർക്ക് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അംഗീകൃതമായിട്ടുള്ളൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. അത് പുറത്ത് തന്നെ ചെയ്യണം, അതായത് വിൽക്കുന്ന ഒരു ഫാർമസി തന്നെ ആവണം നിർബന്ധമില്ല. ഒരു ഹോസ്പിറ്റലിന് അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്, അതിന് സർട്ടിഫൈഡ് ആണ്, എല്ലാ രീതിയിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. സോ നെക്സ്റ്റ് നോട്ടാണ്, it is important to note that hospital manufacturing can involve a combination of in-house production by hospital themselves or outsourcing to specialized medical equipment manufacturers, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഓർ സപ്ലൈസ്. അതായത് നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഒരു ഇൻഹൗസ് മാനുഫാക്ചറിങ് തന്നെ എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവണം നിർബന്ധമില്ല. അതൊരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ്ങിൽ ഒരു ഇൻഹൗസ് മാനുഫാക്ചറിങ് ഉണ്ടാവണം ഒരു നിർബന്ധവും ഇല്ല. മേ ബി ഔട്ട്സോഴ്സിങ് ആവാം, അതായത് പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരാം, ഇല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് മാത്രം കൊണ്ടുവരാൻ ഉള്ള ആൾക്കാരായിരിക്കാം, അത് മാത്രം വേണമെങ്കിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചില കമ്പനീസ് മാത്രം സപ്ലയേഴ്സ് ആവാം. അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതുപോലെ എന്താ പറയുക, ലബോറട്ടറി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. ദ സ്പെസിഫിക് പ്രൊഡക്ട് മാനുഫാക്ചർ വിത്തിൻ എ ഹോസ്പിറ്റൽ മേ ബി വേരി ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ഫെസിലിറ്റി, ഇറ്റ് സ്പെഷ്യലൈസേഷൻ ആൻഡ് ദ ലോക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് റിക്വയർമെന്റ്സ്. അതായത് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മാനുഫാക്ചർ ചെയ്യണമെന്നില്ല, എല്ലാവർക്കും റിക്വയർമെന്റ് വേണമെന്നില്ല. അപ്പോൾ ചില സമയങ്ങളിൽ പകുതി ഭാഗം പുറത്തുനിന്നായിരിക്കും കൊണ്ടുവരിക, പകുതി ഭാഗം ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലിസ്റ്റേഴ്സ് നമ്മൾ ഒരു പാരസ്റ്റമോൾ ബ്ലിസ്റ്റേഴ്സിലല്ലേ കിട്ടുക. സോ പാരസ്റ്റമോൾ ഉണ്ടാക്കുന്നതല്ല, പക്ഷേ ബ്ലിസ്റ്റേഴ്സ് ഹോസ്പിറ്റലിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഒരു പുതിയൊരു മാനുഫാക്ചർ അവർ വിളിക്കും, കൊട്ടേഷൻ കൊടുക്കുന്നു, അവർ വരുന്നു, ബ്ലിസ്റ്റേഴ്സ് കൊടുക്കുന്നു, ബ്ലിസ്റ്റേഴ്സിനകത്ത് എന്ത് ചെയ്യുന്നു, ടാബ്ലറ്റ്സ് വെച്ച് ഹോസ്പിറ്റലിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ ഒരു എന്താ പറയുക, ഇത്രയും ഫുൾ ചെയ്യണം, ഇൻ ഹൗസ് തന്നെ വേണമെന്നില്ല, കോമ്പിനേഷൻ, അതാണ് ഇവിടെ പറയുന്നത് കണ്ടോ, ഇൻവോൾവ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻ ഹൗസ് പ്രൊഡക്ഷൻ. അപ്പോൾ കോമ്പിനേഷൻ വേണമെങ്കിൽ ഇതിനകത്ത് ആകാം എന്നുള്ളത്.
സോ എന്താണ് സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ? സത്യം പറഞ്ഞാൽ ഇനിയാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരുന്നത്. നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ് എന്താന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എന്താ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി എന്താണ് സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എ സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ ഇൻ എ ഹോസ്പിറ്റൽ ഫാർമസി റെഫേഴ്സ് ടു controlled environment while sterile pharmaceutical products sterile pharmaceutical product such as injectable medication, intravenous solution and ophthalmic preparations are prepared. അതായത് നമുക്ക് സ്റ്റെറിലിറ്റി വേണം എന്നുള്ള എവിടെയൊക്കെയാണോ അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ ആണ്. എന്താണ്? ഇറ്റ്സ് എ കൺട്രോൾഡ് എൻവയോൺമെന്റ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ഇത് എപ്പോഴും മനസ്സിൽ വെക്കുക. ഇറ്റ്സ് എ കൺട്രോൾഡ് എൻവയോൺമെന്റ് ആണ് വേർ സ്റ്റെറൈൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് കണ്ടോ, 2 സ്റ്റെറൈൽ ഫാർമസ്യൂട്ടിക്കൽ സച്ച് ആസ് ഇൻജെക്റ്റബിൾസ്, ഇത് ഇൻജെക്റ്റബിൾസ് ഉണ്ട് 3, intravenous solution 4 and ophthalmic preparations 5 are prepared. They are designed to minimize the risk of contamination. കണ്ടോ, അവരെ എന്തിനാണ് ചെയ്തിട്ടുള്ളത്? നമുക്ക് കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് മെയിൻറ്റെയിൻ ദ സ്റ്റെറിലിറ്റി ഓഫ് ദ പ്രൊഡക്ട്സ് ബീങ് മാനുഫാക്ചർ. എന്താണോ അവിടെ ഉണ്ടാക്കുന്നത് ആ സാധനത്തിൻ്റെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ പക്കയാക്കി വെക്കുക എന്നുള്ളതാണ് സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയയുടെ മേജർ റോൾ എന്ന് പറഞ്ഞാൽ. സോ എന്താണ് ക്ലീൻ റൂം എൻവയോൺമെന്റ് എന്ന് നോക്കാം. ക്ലീൻ റൂം എൻവയോൺമെന്റ്, ദ സ്റ്റെറിലിറ്റി മാനുഫാക്ചറിങ് ഏരിയ ഇസ് ടിപ്പിക്കലി എ ക്ലീൻ റൂം. അതായത് നമ്മുടെ ഈ സ്റ്റെറിലിറ്റി മാനുഫാക്ചറിങ് ഏരിയ എന്ന് പറഞ്ഞല്ലോ, അത് ഓൾറെഡി ഒരു ക്ലീൻ റൂം തന്നെയാണ്. വിച്ച് ഇസ് കൺട്രോൾഡ് എൻവയോൺമെന്റ്. നേരത്തെ പറഞ്ഞതുപോലെ വിച്ച് ഇസ് എ കൺട്രോൾഡ് എൻവയോൺമെന്റ് വിത്ത് ലോ ലെവൽ ഓഫ് airborne particles such as dust, microbes and other contaminants. അതായത് വേറെ കണ്ടാമിനൻസ് എന്തൊക്കെയാണോ ഫോറിൻ ബോഡീസ്, അതായത് ഇപ്പോൾ ഒരു റൂമിൽ എന്തൊക്കെ പാടില്ല, ഡസ്റ്റ് പാടില്ല, എയർബോൺ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് പാടില്ല, ഇതൊന്നും ഇല്ലാണ്ട്, കണ്ടാമിനൻസ് ഇല്ലാണ്ട് ഒരു ക്ലീൻ ഏരിയ such as dust, microbes and other contaminants. The clean room is designed to prevent the introduction of particles that could compromise the sterility of the product. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IV ഫ്ലൂയിഡ് ആണെന്ന് കരുതിക്കോളാം. ഈ IV ഫ്ലൂയിഡിനെ ബാധിക്കാത്ത തരത്തിൽ എന്തൊക്കെയുണ്ടോ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഡസ്റ്റ് ബാധിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മൈക്രോബ്സ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടാമിനേഷൻ ആണ്. എന്താണോ കണ്ടാമിനേഷൻ ആവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു, സത്യം പറഞ്ഞാൽ ഈ ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണല്ലോ, ഈ മൈക്രോബ്സ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യണം. എന്താണോ ഫെസിലിറ്റേറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണോ ചെയ്യാത്തത്, അതെല്ലാം സ്റ്റെറിലിറ്റീൻ്റെ പുറത്തേക്ക് നിൽക്കുന്നതും, എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, ക്ലീൻ റൂം ഏരിയയിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. അതായത് ഡസ്റ്റ് അവോയ്ഡ് ചെയ്യുക, എയർബോൺ പാർട്ടിക്കിൾസ് അവോയ്ഡ് ചെയ്യുക, മൈക്രോബ്സ് അവോയ്ഡ് ചെയ്യുക, അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് എയർ ഫിൽട്രേഷൻ. വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ കുറിച്ച് വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റീസൺ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കാര്യം എയറിൽ കൂടെയാണല്ലോ എല്ലാം പാസ്. നമുക്ക് കാണാൻ പറ്റും, ഇപ്പം നമ്മുടെ മുന്നേ എയർ ഉണ്ട്, ഈ എയറിൽ എന്തൊക്കെ ഉണ്ട് നമുക്കറിയാം. എന്തൊക്കെ ഗ്യാസ് ഉണ്ടെന്ന് അറിയുമോ, അല്ലെങ്കിൽ എന്തൊക്കെ മൈക്രോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടോ, എന്തൊക്കെ ഉണ്ട് നമുക്കറിയില്ല അല്ലേ. Air filtration. The air within the sterile manufacturing area is filtered using high efficiency particulate air. അതായത് HEPA ഫിൽറ്റേഴ്സ് വഴിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ഫിൽട്രേഷൻ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. ടു റിമൂവ് പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസം. ദിസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ എൻവയറോൺമെൻറ്റ്. അതായത് ഒരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിൽ എൻവയോൺമെൻറ്റ് തരാനായിട്ട് HEPA ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മറക്കരുത്, HEPA ഫിൽറ്റേഴ്സ്. ഈ HEPA ഫിൽറ്റേഴ്സിനെ പറ്റിയിട്ട് നമ്മൾ സ്യൂട്ടിക്സിൽ പഠിക്കുന്നുണ്ടാവും. അതിൽ ഇച്ചിരി കൂടെ കാര്യമായിട്ട് പഠിക്കും. അപ്പോൾ ഈ ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, നമുക്കത് പഠിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഇച്ചിരി കൂടെ പഠിക്കുന്നത് നമ്മൾ സ്യൂട്ടിക്സിലായിരിക്കും. സോ സ്യൂട്ടിക്സിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിനെ കാര്യമായിട്ട് HEPA ഫിൽറ്റേഴ്സ് പഠിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ എത്രയാണ് എൻ്റെ പോർ സൈസ് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞു തരാം. HEPA ഫിൽറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ ക്ലീൻ ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റെറൈൽ ഏരിയ എന്ന് കരുതിക്കൊള്ളാം. ഈ എയറിന് ഈ ഒരു ഇതുവഴി കടക്കാനായിട്ട് ഒരു വായു വഴി സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് കരുതിക്കൊള്ളാം. അപ്പോൾ ഇതിനകത്തൂടെ എയർ എല്ലാം കയറുന്നുണ്ട്. ഈ എയറിനകത്താണെങ്കിൽ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, ഇതെല്ലാം ബാധിക്കും. അപ്പോൾ ബാധിക്കാതിരിക്കാൻ നമ്മളിവിടെ ഒരു HEPA ഫിൽറ്റർ വെക്കുകയാണ്, ഒരു ഫിൽറ്റർ വെക്കുകയാണ്. അപ്പോൾ ഈ ഫിൽറ്റർ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഒരു എയറിനെ കടത്തി വിടും. പക്ഷെ ആ എയറിനകത്തുള്ള ഡസ്റ്റ്
പാർട്ടിക്കിൾസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അതിനെ അവിടെ പിടിച്ചു വെക്കും. നീ പോണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചിട്ട് ഒരു ടോളറേഷൻ കൊടുത്തിട്ട് ആ ഒരു എന്താ പറയുക ക്ലീൻ ആയിട്ടുള്ള എയർ മാത്രമേ ഉള്ളിലേക്ക് കൊണ്ടുവരൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതാണ് എൻ്റെ സിമ്പിൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. സോ സ്റ്റെറിൽ വർക്ക് സ്റ്റേഷൻ ആണ്. എന്തിനാണ് ഒരു സ്റ്റെറിൽ വർക്ക് സ്റ്റേഷൻ്റെ ആവശ്യം? നമുക്കറിയില്ല, നമ്മളെല്ലാം സ്റ്റെറിൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അസെപ്റ്റിക് ഏരിയയിൽ നമ്മൾ അത്രയും ഉള്ള നല്ല പ്രൊഡക്ട്സ് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഫ്രീ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതല്ലേ. സോ ഈ പ്രൊഡക്ട്സ് ഒക്കെ അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സമയത്തിന് സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രൈമറി ഫാക്റ്റാണ്. സ്റ്റെറിൽ വർക്ക് സ്റ്റേഷൻ, ദ സ്റ്റെറിൽ മാനുഫാക്ചറിങ് ഏരിയ ഇൻക്ലൂഡ് സ്പെഷ്യലൈസ്ഡ് വർക്ക് സ്റ്റേഷൻ ഓർ ഹൂഡ്സ് where pharmacist or technician perform aseptic compounding of the medications. അതായത് ഇവിടെ ഒരു സേഫ്റ്റി ഹൂഡ് ഉണ്ടായിരിക്കും. ആ ഹൂഡിനകത്ത് നമ്മൾ മിക്കവാറും ആൾക്കാർ ഇപ്പോൾ ബി ഫാം കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡി ഫാം കഴിഞ്ഞവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു കയ്യുറയൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായി, നമ്മൾ കൈയിടുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കയ്യിൽ വെക്കുന്നു. ഇപ്പം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അസെപ്റ്റിക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പുറത്ത് നമ്മുടെ ഈ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആവശ്യമുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള ടെസ്റ്റ് ട്യൂബ്സ് വെക്കും അല്ലേ. ഇപ്പുറത്ത് നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ആ ഒരു ഹീറ്റ് ചെയ്യാൻ ഒരു കോഗിലൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമ്മൾ തുറക്കുന്നു, പ്ലഞ്ച് തുറക്കുന്നു, അതിനുശേഷം നമ്മൾ ആ തീയിൽ കാണിക്കുന്നു. തീയിൽ കാണിച്ചതിന് ശേഷം നമ്മുടെ ഈ ഇടത് കയ്യിരിക്കുന്ന സാധനം കൊണ്ട് ഇതിനകത്ത് മുക്കിയിട്ട് ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയം നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു ക്രോസ് കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവാണ്ട് അത്ര സത്യം പറഞ്ഞാൽ അത്രയും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫർ നടക്കുന്നത്. ഞാൻ ഒരുപാട് സ്റ്റേജ് ഉണ്ട്, ഭാഗ്യസായി തെറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എക്സാം ആട്ടോ, ഫൈനൽ എക്സാം, നമ്മുടെ ഈ നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് തീ പിടിച്ചു. ഇതിനകത്ത് കുറച്ച് കോട്ടൺ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ നിന്ന് ട്രാൻസ്ഫർ ഈ കയ്യിലേക്ക് നമ്മൾ മാറ്റണം. ഈ 2 ടെസ്റ്റ് ട്യൂബ്സ് ഈ വിരലിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്. അപ്പം ഈ ഒരൊറ്റ കൈ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ ടെസ്റ്റ് ട്യൂബിലേക്ക് ആക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ഈ കൈ നമ്മൾ തീയിലേക്ക് കാണിക്കുന്ന സമയത്ത് ഇത് കോട്ടൺ ഇരിക്കുമായിരുന്നു. ഈ കോട്ടൺ കൊണ്ടാൽ കത്തി എന്ന് സംഭവിക്കുക, ഇതിനകത്തുള്ള ഫ്ലൂയിഡ് മൊത്തം നമ്മുടെ തറയിൽ വീണു. അപ്പോൾ തന്നെ ആ ഹൂഡിലുള്ള എല്ലാ ഫുൾ കണ്ടാമിനേഷൻസും ആയി. അപ്പോൾ ഈ കണ്ടാമിനേഷൻ കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ മുമ്പോട്ട് ബാക്കി പ്രൊസീജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫുൾ എന്ത് ചെയ്തു, അവർ ക്ലെൻസ് ചെയ്ത് അവിടെ ഫുൾ ക്ലീൻ ചെയ്ത് സ്റ്റെറിലിറ്റി പക്ക വരുത്തതിന് ശേഷം മാത്രമേ പ്രൊസീജിയർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെറിൽ വർക്ക് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ദീസ് വർക്ക് സ്റ്റേഷൻസ് ആർ ഡിസൈൻ ടു പ്രൊവൈഡ് എ സ്റ്റെറിൽ എൻവയോൺമെന്റ് ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് ഹാൻഡ്ലിംഗ് സ്റ്റെറിൽ പ്രൊഡക്ട്സ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനും സ്റ്റെറിൽ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റെറിൽ ഏരിയ അല്ലെങ്കിൽ ഒരു സ്റ്റെറിൽ വർക്ക് സ്റ്റേഷൻ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സോ നെക്സ്റ്റ് ടോപ്പിക്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എൻവയോൺമെന്റ്. നമ്മൾ എല്ലാ സ്റ്റെറിൽ ഏരിയ ചെയ്തു, എല്ലാ കാര്യങ്ങളും നന്നാക്കി വെച്ചു, പക്ഷെ അവിടുത്തെ ആൾക്കാർ നല്ലതല്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം നല്ലതല്ല, അല്ലെങ്കിൽ ഇഷ്യൂസും കാര്യങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബോഡിയിൽ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, ഒരു കഫുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ടാമിനേഷൻ, ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ പറയുന്നത്. സോ എന്താണെന്ന് നോക്കാം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ PPE. Sterile manufacturing area are required to personnel working in the sterile manufacturing area are required to wear appropriate PPE including sterile gowns, gloves, mask and head covering to prevent contamination from human sources. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ ഹ്യൂമൻ സോഴ്സ് വഴിയിട്ട് ഒരു തരത്തിലും കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് വളരെ അത്യാവശ്യമാണ്. അത് ഗൂഗിൾസ് ആകാം, ഗൗൺസ് ആകാം, ഗ്ലൗസ് ആകാം, മാസ്ക് ആകാം, എന്താണോ നമ്മൾ ആ ഒരു സ്റ്റെറിൽ ഏരിയയിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ ഹ്യൂമൻ വഴിയുള്ള കണ്ടാമിനേഷൻ, ഹ്യൂമൻ സോഴ്സ് വഴിയുള്ള കണ്ടാമിനേഷൻ എങ്ങനെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സിനകത്ത് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ഇനി സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്, എന്തൊക്കെ രീതി നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ യൂട്ടിലൈസ് വേരിയസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ടു എൻഷുർ ദ പ്രൊഡക്റ്റ് ബീയിങ് പ്രിപ്പയർഡ് ആർ സ്റ്റെറൈൽ. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ സ്റ്റെറൈലാണ്, അതിന് വേറെ ക്രോസ് കണ്ടാമിനേഷൻസ് ഇല്ല, മൈക്രോ ഓർഗാനിസംസ് ഇല്ല, പൈറോജൻ ഫ്രീ ആണ് എന്നുള്ളത് നമ്മൾ പക്കയാക്കുന്ന ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് നമുക്ക് പറയാം. സോ this may involves techniques such as steam sterilization, അതായത് ഓട്ടോക്ലേവിംഗ് നമുക്ക് ചെയ്യാം, ഫിൽട്രേഷൻ ചെയ്യാം, ഓർ ദ യൂസ് ഓഫ് സ്റ്റെറൈൽ ഇൻഗ്രീഡിയൻസ് ആൻഡ് കമ്പോണൻസ്. അതായത് നമുക്ക് സ്റ്റെറൈൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ പണ്ട് കാലങ്ങളിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്. നമ്മൾ ഗ്യാസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സാധനങ്ങളിലേക്ക് അടിച്ചു കൊടുക്കും, അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചെയ്യാറില്ല. കാര്യം ഈ ഗ്യാസ് ഒരുപാട് അബ്സോർബ് ചെയ്യും കേട്ടോ, ഈ എക്യുപ്മെൻറ്റ്സിനെ അബ്സോർബ് ചെയ്യും. അത് പിന്നെ ഒരു എന്താ പറയുക, ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഫോം ചെയ്യാൻ റീസൺ ഉണ്ട്. അതുകൊണ്ട് അപ്പം ഗ്യാസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്നാൽ
അതിൽ നമുക്ക് ഓട്ടോക്ലേവിംഗ് ഒക്കെ അധികം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫിൽട്രേഷൻ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ക്യാൻഡിൽ ഫിൽറ്റർ കേട്ടിട്ടുണ്ടാവും, സിൻഡർ ഗ്ലാസ് ഫിൽറ്റേഴ്സ് കേട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ സ്യൂട്ടിക്സിൽ പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ SOPs എന്താണ്? SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് പറയുക. SOPക്ക് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അതായത് ആരെങ്കിലും ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം, ചായ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയാണ്? വെള്ളം വേണം, പഞ്ചസാര വേണം, ചായപ്പൊടി വേണം, പിന്നെ ഗ്യാസിൽ വെച്ച് ചൂടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യം വെള്ളം ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം എന്താ പറയുക, ചായപ്പൊടി ഇടുക, ചായപ്പൊടി ഇട്ടതിന് ശേഷം പഞ്ചസാര ഇടുക, ഇളക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം അല്ലെ, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതിന് പകരം ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? പാത്രം എടുക്കുന്നു, വെള്ളം ഒഴിക്കും മുന്നേ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഇടുന്നു, എന്നിട്ട് ഇളക്കുന്നു, എന്നിട്ട് കുറച്ച് വെള്ളം വീണ്ടും ഒഴിക്കുന്നു, പിന്നെ ഒഴിക്കുന്നത്. നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രൊസീജിയർ ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ SOPs. സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു സ്റ്റാൻഡേർഡൈസ്ഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഈസ് ക്രൂഷ്യൽ ഇൻ സ്റ്റെറിലൈസേഷൻ മാനുഫാക്ചറിംഗ് ഏരിയ ടു എൻഷുർ കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ആൻഡ് മിനിമൈസ് ദ റിസ്ക് ഓഫ് എറർ ഓർ കണ്ടാമിനേഷൻ. അത് കണ്ടാമിനേഷൻ ഇല്ലാതിരിക്കാനോ അല്ലെങ്കിൽ എറേഴ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയയിൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചെയ്യേണ്ട ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും SOPs ആയിരിക്കും. ദ ഇൻക്ലൂഡ്സ് പ്രോട്ടോകോൾ, ക്ലീനിങ്, ഡിസിൻഫെക്റ്റൻറ്റ്, അസെപ്റ്റിക് ടെക്നിക്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതായത് നമുക്ക് അസെപ്റ്റിക് ടെക്നിക്സ് ഉണ്ടാവും, ഡിസിൻഫെക്റ്റൻസ് ഉണ്ടാവും, ക്വാളിറ്റി കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? SOPക്കകത്ത് പറയുന്നുണ്ട്. സോ ക്വാളിറ്റി അഷുറൻസ് വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഒരു സ്റ്റെറൈൽ ഏരിയയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക മേജർ റോള് പ്ലേ ചെയ്യുന്നത് തന്നെ ക്വാളിറ്റി അഷുറൻസ് ആണ്. ക്വാളിറ്റി അഷുറൻസ് റെഗുലർ മോണിറ്ററിംഗ്, ടെസ്റ്റിംഗ് ആൻഡ് വാലിഡേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ടു വെരിഫൈ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്റ്റെറൈൽ മാനുഫാക്ചറിംഗ് പ്രോസസ് ആൻഡ് ടു എൻഷുർ കംപ്ലൈൻസ് വിത്ത് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ SOP ഒക്കെ ചെയ്തല്ലോ. ഈ SOP വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത് എഫക്റ്റീവ് ആണോ, നമ്മൾ ഉപയോഗിച്ച പ്രൊസീജിയർ നമുക്ക് ഓക്കെ ആണോ, ആ പ്രൊസീജിയർ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം അല്ലേ. അതായത് നമ്മൾ ഈ പ്രൊസീജിയർ തന്നെയാണോ ചെയ്യുന്നത്, അത് തന്നെയാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഈ മാനുഫാക്ചറിങ് അതിന് ഈ സ്റ്റെറിലിറ്റിക്ക് എഫക്റ്റീവ്നെസ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി അഷുറൻസ് QA-കാരാണ് എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. And this may include environmental monitoring, air sampling and microbial testing. അതായത് ഓരോ പ്രൊസീജിയർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ച് എന്താ പറയുക ഒരു പെട്രോൾ ഡിഷിൽ കുറച്ച് അകറൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലെന്ത് ചെയ്യും, അതിങ്ങനെ അതിന് വേണ്ട ന്യൂട്രിയൻ മീഡിയം എന്തൊക്കെയാണ്, ഒരു മൈക്രോ ഓർഗാനിസം വളരേണ്ട എന്തൊക്കെ ന്യൂട്രിയൻ മീഡിയം വേണോ അതെല്ലാം നമ്മളൊരു പെട്രോൾ ഡിഷിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ റൂമിൽ കൊണ്ടങ്ങ് വയ്ക്കും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് ഒബ്സർവ് ചെയ്ത് നോക്കും ആൻഡ് ദ മൈക്രോ ഓർഗാനിസം വളരുന്നുണ്ടോ ഇല്ലയോ എന്ന്. വളരുന്നുണ്ടെങ്കിൽ അവിടെയുള്ള എയർ ഒക്കെ എന്താണ്, പന്നയാണ്. അതായത് ഇൻ ദ സെൻസ് അതിൽ മൈക്രോ ഓർഗാനിസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ടെസ്റ്റിംഗ് നടക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എൻവയൺമെൻറ്റിലൊക്കെ മോണിറ്റർ ചെയ്യാൻ അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സോ അങ്ങനെയുള്ള പ്രൊസീജിയർ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ക്വാളിറ്റി അഷുറൻസുകാർ ചെയ്യുവാണ് ചെയ്യുന്നത്. സോ നമുക്ക് ലാർജ് ആൻഡ് സ്മോൾ വോളിയം പാരൻറ്റൽസ് നോക്കാം. LVPS ആൻഡ് SVPS. നമ്മൾ ഓൾറെഡി മാനുഫാക്ചറിങ് പറഞ്ഞല്ലേ, ഈ മാനുഫാക്ചർ ചെയ്യുമ്പം നമുക്ക് ലാർജ് വോളിയം പാരൻറ്റൽസ് ഉണ്ട്, സ്മോൾ വോളിയം പാരൻറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണ്, എന്തൊക്കെയാണ് നമ്മളത് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇഞ്ചക്റ്റബിൾസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഏത് അണ്ടർ കാറ്റഗറിയിലാണ് വരിക നോക്കാം. ഫസ്റ്റ് വൺ ഈസ് LVPS, ലാർജ് വോളിയം പാരൻറ്റൽസ് ആണ്. റെഫേഴ്സ് ടു പാരലൽ പ്രിപ്പറേഷൻ ദാറ്റ് ആർ സപ്ലൈഡ് ഇൻ വോളിയം ഗ്രേറ്റർ ദാൻ 100 ml. കണ്ടോ, 100 ml കൂടുതൽ ചെയ്യുവാണെങ്കിൽ അത് ലാർജ് വോളിയം പാരൻറ്റൽസ് ആണ്. ദേ ആർ ടിപ്പിക്കലി യൂസ് ഫോർ ഫ്ലൂയിഡ് റിപ്ലേസ്മെന്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടായെന്ന് വെക്കുക, അങ്ങനെ നമ്മൾ ഫ്ലൂയിഡ് റിപ്ലേസ് ചെയ്യാറില്ലേ, നമുക്ക് കാൽഷ്യവും അല്ലെങ്കിൽ മിനറൽസും അയോൺസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് റിപ്ലേസ്മെന്റിന് ഉപയോഗിക്കാം. ഹൈഡ്രേഷൻ, നമുക്ക് ബോഡിയിൽ വാട്ടർ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെഡിക്കേഷൻ, നമ്മളിപ്പം ഡ്രിപ്പിൻ്റെ കൂടെയൊക്കെ നമ്മൾ മെഡിസിൻസ് ഒക്കെ ആഡ് നമ്മൾ കൊടുക്കാറില്ലേ. ഓർ ന്യൂട്രിയൻ ഓവർ ആൻ എക്സ്റ്റെൻഡ് പീരീഡ്, അത് നമുക്കൊരു പീരീഡ് ഉണ്ട്, ഒരു സർട്ടൻ പീരീഡ് വരെ നമ്മൾ കൊടുക്കുന്നതാണ് ലാർജ് വോളിയം പാരൻറ്റൽസ്. ആൻഡ് LVPS ഓഫ്റ്റൻ കം ഇൻ IV ബാഗ്സ് ഓർ ബോട്ടിൽ ആർ അഡ്മിനിസ്ട്രേഡ് ത്രൂ ആൻ IV ഇൻഫ്യൂഷൻ വഴിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാർജ് വോളിയം പാരൻറ്റൽസ് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ 100 ml കൂടുതലുള്ളതാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന. ഫ്ലൂയിഡ് റിപ്ലേസ്മെൻറ്റിന് ഉപയോഗിക്കാറുണ്ട്, ഹൈഡ്രേഷൻ ഉപയോഗിക്കാറുണ്ട്, അഡ്മിനിസ്ട്രേഷൻ മെഡിക്കേഷൻസ് ആണ്. ഇതൊരു എക്സ്റ്റെൻഡ് പീരീഡ് ഉണ്ടാവും, ഇത്ര പീരീഡ് വരെ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ വരെ എന്നൊരു കണക്ക്
ഒക്കെ ഉണ്ടാവും അതുവരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ IV ഇൻഫ്യൂഷൻസ് ആയിട്ട് നമ്മൾ കൂടുതലും കൊടുക്കുക. നെക്സ്റ്റ് വൺ സ്മാൾ വോളിയം പാരലൽസ് ആണ്. ഓൺ അതർ ഹാൻഡ് ആർ പാരലൽ പ്രിപ്പറേഷൻ ദാറ്റ് ആർ സപ്ലൈ ഇൻ സ്മാൾ വോളിയൂംസ്. വളരെ സ്മാൾ വോളിയം ആണ്, ടിപ്പിക്കലി ലെസ് ദാൻ 100 ml അല്ലെങ്കിൽ 100 ml ആണ്. ദേ ആർ യൂസ്ഡ് ഫോർ മോർ ഇമ്മീഡിയറ്റ് ഡ്രഗ് ഡെലിവറി. കണ്ടോ, ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രഗ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ബോളസ് ഇഞ്ചക്ഷൻസ് ഓർ വെൻ സ്മാൾ വോളിയം ആർ സഫിഷ്യൻറ്റ് ഫോർ ദ ഇന്റർനെറ്റ് തെറാപ്പി. അത് കുറച്ച് മതി അല്ലെങ്കിൽ കുറച്ച് വോളിയം മതി അല്ലെങ്കിൽ ഒരൊറ്റ ഡോസ് മാത്രം പോയാൽ മതി. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യും, സ്മോൾ വോളിയം ഉപയോഗിക്കും. എന്താണ്, ലെസർ ദൻ 100 ml ആണ്. LVPS എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദൻ 100 ml ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് മറന്നു പോകരുത് കേട്ടോ. ചില ആൾക്കാർ LVPSന് എന്താ പറയുക ലോ വോളിയം എന്ന് ചിന്തിക്കാറുണ്ട്. എനിക്ക് തന്നെ പലപ്പോഴും തോന്നാറുണ്ട് LVPS എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ തന്നെ ലോ വോളിയം എന്ന് ഞാൻ പെട്ടെന്ന് ചിന്തിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. ലോ വോളിയം അല്ല, ലാർജ് വോളിയം ആണെന്നുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റെറൈൽ പ്രൊഡക്ട്സ് അതിൻ്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാർജ് വോളിയം പാരൻറ്റൽസ്, സ്മോൾ വോളിയം പാരൻറ്റൽസ് എന്തെങ്കിലും പ്രോട്ടോകോൾസ് ഉണ്ടോ, അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. So commonly comes in vials and ampules and are administered in a single or multiple dose. അതായത് സ്മാൾ വോളിയം പാരൻറ്റൽസ് എങ്ങനെയാണ് വരുന്നത്, നമ്മൾ സിംഗിളോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡോസ് ആയിട്ട് വരിക. These preparation often contain concentrate medication that may require dilution before administration. ഒന്നെങ്കിൽ അത് കോൺസെൻട്രേറ്റ് പ്രിപ്പറേഷൻ ആയിരിക്കാം, അപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷന് മുന്നിൽ നിന്ന് ഡൈല്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മേ ബി വന്നേക്കാം. എക്സാമ്പിൾ സ്മാൾ വോളിയം പ്രിപ്പറേഷൻ ഇൻക്ലൂഡിങ് ആൻറ്റിബയോട്ടിക്സ്, അനാൽജസിക്സ്, ആൻറ്റിഎമറ്റിക് ആൻഡ് വേരിയസ് ഇഞ്ചക്റ്റബിൾ മെഡിക്കേഷൻസ്. അപ്പം നമ്മൾ സ്മാൾ വോളിയം പാരൻറ്റൽസിനെ പറ്റി പറയുന്നത്. അപ്പം ഇത് വളരെ കോൺസെൻട്രേറ്റ് പ്രിപ്പറേഷൻസ് ആയിരിക്കാം. നമ്മൾ മെഡിക്കേഷന് മുന്നേ എന്ത് ചെയ്യണം, നമ്മളൊന്ന് ഡൈല്യൂട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അസച്ച് നമ്മൾ ചെയ്യാറുണ്ട്. ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, അനാൽജസിക്സ്, ആൻറ്റിഎമറ്റിക്സ്, അങ്ങനെയുള്ള ഇഞ്ചക്റ്റബിൾസ് ആണ്. ബോത്ത് ലാർജ് വോളിയം പാരൻറ്റൽസ് ആൻഡ് സ്മോൾ വോളിയം പാരൻറ്റൽസ് റിക്വയർ സ്ട്രിക്റ്റ് അഡ്ഹറൻസ് ടു ദ അസെപ്റ്റിക് ടെക്നിക് ഡ്യൂറിംഗ് ദർ മാനുഫാക്ചറിംഗ്, കോമ്പൗണ്ടിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ടു എൻഷുവർ സ്റ്റെറിലിറ്റി ആൻഡ് പേഷ്യൻറ്റ് സേഫ്റ്റി. അതായത് നമ്മൾ ഈ സ്മോൾ വോളിയം ലാർജ് വോളിയം പാരൻറ്റൽസും മാനുഫാക്ചർ ചെയ്യുമ്പോഴോ കോമ്പൗണ്ട് ചെയ്യുമ്പോഴോ അത് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴോ സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന പ്രോട്ടോകോൾ നമ്മൾ മേജർലി അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ആൻഡ് റീസൺ എന്താണ്, ഫോറിൻ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാണ്ട്, കണ്ടാമിനേഷൻ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് പേഷ്യൻറ്റ് സേഫ്റ്റി എത്തിക്കുക എന്നുള്ളതാണ്. ദേ അണ്ടർഗോ റിഗറസ് ക്വാളിറ്റി കൺട്രോൾ പ്രോസസ് ആൻഡ് സബ്ജക്റ്റഡ്, കണ്ടോ അവർ ഒരു റിഗ്രസ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ പ്രോസസ്സിലേക്ക് പോകുന്നു. ആർ സബ്ജക്ട് ടു റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് ടു മെയിൻറ്റെയിൻ ദെയർ എഫിഷ്യൻസി, സ്റ്റെബിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി ത്രൂ ഔട്ട് ദെയർ ഷെൽഫ് ലൈഫ്. കണ്ടോ, അവർ ഷെൽഫ് ലൈഫ് അറിയാലോ അല്ലേ, ഒരു സാധനം എത്ര നാൾ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ എത്ര വരെ ഉപയോഗിക്കണം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നതാണ് നമ്മുടെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ ഷെൽഫ് ലൈഫിനെ ബാധിക്കുന്ന സ്റ്റെബിലിറ്റി, സ്റ്റെറിലിറ്റി, എഫിഷ്യൻസി ഒക്കെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് എ സ്പെസിഫിക് ഫോർമുലേഷൻ ആൻഡ് കമ്പോസിഷൻ ഓഫ് large volume parenterals and small volume parenterals may vary based on the introduced patient population and regulatory requirement of different countries of region. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഈ SOP ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പറയുമ്പോൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ആ പ്രൊസീജിയർ എല്ലാവരും ഫോളോ ചെയ്യണം, നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. ഈ SOP എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ബാധിക്കണം എന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു മാനുഫാക്ചറിങ് കമ്പനി ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി SOP ഉണ്ടാക്കും. ആ SOP അനുസരിച്ച് ഞാൻ ചെയ്യേണ്ടാവുക, അല്ലാണ്ട് വേറൊരു SOP ഞാൻ കണ്ടെടുക്കണം എന്ന് എനിക്ക് നിർബന്ധമില്ല. നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് SOPs ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് എൻ്റെ റെഗുലേറ്ററി അതോറിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ എനിക്ക് ഇന്ത്യയിൽ ഒരു റെഗുലേറ്ററി അതോറിറ്റിയിൽ എൻ്റെ SOP സബ്മിറ്റ് ചെയ്തപ്പോൾ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ SOP ആണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്കിതിന് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലാർജ് വോളിയം പാരൻറ്റൽസും സ്മാൾ വോളിയം പാരൻറ്റൽസും എല്ലായിടും ഒരേ രീതിയിൽ ഉണ്ടാക്കണം നിർബന്ധമില്ല. പോപ്പുലേഷൻ വഴി മാറാം, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം അനുസരിച്ച് മാറാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ച് മാറാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഒരേ റിക്വയർമെൻറ്റ്സ് തന്നെ വേണം നിർബന്ധമില്ല. ദ പ്രിപ്പറേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പാരലൽ മെഡിക്കേഷൻ ഷുഡ് ഓൾവേസ് ബി ക്യാരിഡ് ഔട്ട് ബൈ ട്രെയിൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഫോളോയിങ് അപ്രോപ്രിയേറ്റ് ഗൈഡ് ലൈൻസ് ആൻഡ് പ്രോട്ടോകോൾ. അതായത് ഇതിനൊരു ഗൈഡ് ലൈൻ ഉണ്ടാവണം, പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം, ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് അതും ട്രെയിൻഡ് അല്ലെങ്കിൽ സ്കിൽഡ് ആൾക്കാരായിരിക്കണം. അവർ തന്നെയായിരിക്കണം ഈ സ്റ്റെറിൽ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ലാർജ് വോളിയം പാരൻറ്റൽസും സ്മാൾ വോളിയം പാരൻറ്റൽസും അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ.
സോ ഇതാണ് ഒരു സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ ഉണ്ട് നിങ്ങൾ കരുതിക്കോളുക. കണ്ടോ, ഇവിടെ ഒരു എയർലോക്ക് സിസ്റ്റം വെച്ചിട്ടുണ്ട്. എയർലോക്ക് സിസ്റ്റം എന്തിനായിരിക്കും? നമുക്ക് നമ്മുടെ പുറത്തുള്ള ഈ കണ്ടാമിനൻസും വൈറസും, ഇപ്പോൾ കൊറോണ വൈറസ് എന്നൊക്കെ പറഞ്ഞ കുറേയൊക്കെ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്താ, ഇതൊന്നും ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോറിൻ ബോഡീസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആകാം, ഇങ്ങനെയുള്ള വൈറസ്, ബാക്ടീരിയ, മൈക്രോബ്സ്, എന്ത് വേണമെങ്കിലും നമുക്ക് തന്നെ ഫോറിൻ ബോഡീസ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതൊന്നും വരാതിരിക്കും നമുക്കൊരു എയർലോക്ക് സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടോ, ഇവിടെ ഒരു ഓഫീസ് ഉണ്ട് കേട്ടോ. ഓഫീസ് എന്തിനായിരിക്കും? നമുക്ക് അതിനകത്ത് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്, SOPs ഒക്കെ എന്തായിരിക്കും ഇവിടെയും കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ടാവുക. സോ അവിടെ നിന്ന് പ്രിപ്പറേഷൻ ഏരിയയിലേക്ക് പോവാം. വേണമെങ്കിൽ നമുക്ക് ഓഫീസിൽ നിന്ന് സ്റ്റോർ റൂമിൽ നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഒരു പ്രിപ്പറേഷൻ ഏരിയ ഉണ്ട്. പ്രിപ്പറേഷൻ ഏരിയ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാണ്. ഒരു അസെപ്റ്റിക് ഫില്ലിംഗ് ഏരിയ ഉണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് അസെപ്റ്റിക് നമ്മൾ ഫില്ലൊക്കെ ചെയ്യുന്നത്. ഒരു ക്വാറന്റൈൻ ഏരിയ ഉണ്ട്. നമ്മൾ അതിനെ സേഫ് ആയിട്ട് അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്ത് ഫില്ല് ചെയ്തിട്ട് മാറ്റി നമുക്ക് വയ്ക്കുന്ന സ്ഥലമുണ്ട്. അതിനുശേഷം പാക്കിംഗ് ഏരിയ, ഒരു ഫിനിഷിംഗ് ഏരിയ ഉണ്ട്. ഈ പാക്കിംഗ് ഏരിയയ്ക്ക് മുന്നേ ഒരു ക്വാളിറ്റി കൺട്രോൾ ഏരിയ ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് ഈ സ്റ്റോറേജ് ആൻഡ് ഷിപ്പിംഗ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. പാക്കിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ, ഈ സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്. ഈ അസെപ്റ്റിക് ഏരിയ, അസെപ്റ്റിക് ഫില്ലിംഗ് തന്നെ ഉണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അസെപ്റ്റിക് ഏരിയ ഫില്ല് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും വരാം, തിരിച്ചും പോകാം. ഇനി ഈ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് നമുക്ക് പ്രിപ്പറേഷൻ ഏരിയ കൊണ്ടുവരാം. ഇപ്പോൾ എക്സാമ്പിൾ അസെപ്റ്റിക് ഏരിയ കൊണ്ടുവന്ന് ഇവിടെ ഫില്ല് ചെയ്ത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ നമുക്ക് സ്റ്റെറൈൽ ഉണ്ടെങ്കിൽ സ്റ്റെറൈൽ ചെയ്ത് അവിടെ നേരെ പ്രിപ്പറേഷൻ ഏരിയ കൊണ്ടുവരുന്നു. ഇനി ക്ലീനപ്പ് ഏരിയ ഉണ്ടോ, ഇത് നമുക്ക് സ്റ്റോർ റൂമിൽ വന്നു, സ്റ്റോർ റൂമിൽ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, നമുക്കതിനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് പ്രിപ്പറേഷൻ ഏരിയ പോകാം, എന്നിട്ട് അവിടെ നിന്ന് സ്റ്റെറൈൽ ഏരിയയിലേക്ക് പോകാം, പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാം, എന്നിട്ട് ക്വാറന്റൈൻ ഏരിയ പോകാം, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ക്വാറന്റൈൻ ഏരിയയിലേക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി പോകാൻ പറ്റും, പാക്ക് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ക്വാളിറ്റി കൺട്രോൾ ഏരിയ ഉണ്ട്, ഒരു ക്വാളിറ്റി ഒക്കെ നോക്കുന്നു, അതിനുശേഷം സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ഷിപ്പ് ചെയ്യുന്നു. ഇങ്ങനെയും ചെയ്യാം. കണ്ടോ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ആണ്, ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ ഒരു പിക്ചർ നന്നായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സിമ്പിളായിട്ട് ആലോചിക്കുക, ഒരു പ്രിപ്പറേഷൻ ഏരിയ, ക്ലീനിങ് ഏരിയ, അസെപ്റ്റിക് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, ക്വാറന്റൈൻ ഏരിയ, പാക്കിംഗ് ഫിനിഷിംഗ് ഏരിയ, ക്വാളിറ്റി കൺട്രോൾ ഏരിയ, സ്റ്റോറേജ് ഏരിയ അതുണ്ടെന്ന് വിചാരിക്കുക. പ്രിപ്പറേഷൻ ഏരിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീനപ്പ് ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി, അസെപ്റ്റിക് ഏരിയ ഒക്കെ ഫില്ല് ചെയ്യാനും അസെപ്റ്റിക് ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്വാറന്റൈൻ ഏരിയ നമുക്ക് ഇത് ഉണ്ടാക്കിയതിനു ശേഷം നമുക്കിപ്പോൾ ഒരു ലാർജ് ബോൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം, ഒരു ബാച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് മാറ്റി വെക്കുന്നു. അപ്പോഴും അവിടെ ഫുള്ളി കഴിഞ്ഞിട്ടില്ല, ഇവിടെ പ്രൊസീജർ നടക്കുന്നുണ്ട്. അതിനുശേഷം പാക്കിംഗ് ആൻഡ് ഫിനിഷിംഗ് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി കൺട്രോൾ നോക്കുന്നുണ്ട്, അതിനുശേഷം അതിനെ സ്റ്റോറേജ് ഷിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ ആ ഒരു പ്രൊസീജിയർ മൈൻഡിൽ വെക്കുക. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ കണ്ടോ, നമ്മൾ ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നിലേക്ക് വരുന്നില്ല. കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ ഈ നടുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മളിവിടെ ഓഫീസിലേക്ക് വരുന്നുണ്ടോ, കണ്ടോ, അവിടെ നിന്ന് വരുന്നില്ല, സ്റ്റോർ റൂമിലേക്ക് വരുന്നില്ല. അപ്പം ഈ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫ്ലോ ത്രൂ ഔട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അസെപ്റ്റിക് ഏരിയ, it is essential to have a clean area or aseptic area for the manufacturing of parallel formulations because of their direct administration to blood circulation. It is an entirely sealed area from outside atmosphere to keep aseptic environment free from physical and biological contamination. അതായത് കണ്ടാമിനേഷൻ ഫ്രീ ആക്കുക. കാര്യം എന്തുകൊണ്ടാണ്, നമ്മൾ ബ്ലഡിലേക്കല്ല നമ്മൾ എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാണ്ട്, ബ്ലഡ് സ്ട്രീംസിലൊക്കെ നമ്മൾ എത്തിക്കുന്നതുകൊണ്ട് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മളൊരു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറ്റി നമ്മളൊരു നമുക്ക് ആവശ്യമുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ ചെയ്യുകയാണ്. അതായത് അസെപ്റ്റിക് ഏരിയ നമ്മൾ ഉണ്ടാക്കിയിട്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു അസെപ്റ്റിക് ഏരിയക്ക് 2 ക്ലാസ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് 100 ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്ലാസ് 10,000 എന്ന് പറഞ്ഞിട്ട്. എന്താണ് ക്ലാസ് 100? അതിനകത്ത് എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നോക്കാനുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് 10,000 എന്തൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ടെന്ന് നോക്കാം. ആദ്യമേ കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, പക്ഷേ എന്താണ് ക്ലാസ് 100, എന്താണ് ക്ലാസ് 10,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഏരിയ വെയർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് greater than 0.5 microns per cubic feet of air should not be more than 100. അതായത് 0.5 microns per cubic feet of air, കണ്ടോ, should not be more than 100. നമുക്ക് ആ ഒരു 0.5 മൈക്രോൺ ക്യൂബിക് ഫീറ്റിലാണ് എയർ പാസ് ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ ക്ലാസ് 100 എന്ന് പറയും. ഇനി എന്താണ് ക്ലാസ് 10,000? നമ്പർ ഓഫ് പാർട്ടിക്കിൾ പെർ ക്യൂബിക് ഫീറ്റ് ഓഫ് എയർ ഓഫ് എ സൈസ് ഓഫ് 0.5 മൈക്രോൺ ആൻഡ് 5.0 മൈക്രോൺ ഷുഡ് നോട്ട് ബി മോർ ദാൻ 10,000 and 700 റെസ്പെക്റ്റീവ്ലി. ഇവിടെ ക്ലാസ് 100 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ 0.5 മൈക്രോൺ ആണ്, 100ന് മേലെ
പോകാനായിട്ട് പാടില്ല. ഇവിടെ ക്ലാസ് 10,000 ആണെങ്കിലോ >0.5 മൈക്രോൺ ആൻഡ് 5.0 മൈക്രോൺ ആയിരിക്കണം. ഇത് 1000 മേലെ പോകാനും പാടില്ല, അല്ലെങ്കിൽ 700 മേലെയും എന്ത് ചെയ്യാൻ പാടില്ല, പോകാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അസെപ്റ്റിക് ഏരിയയ്ക്ക് നമ്മൾ 2 ക്ലാസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. സോ ക്ലാസ് 100ഉം ക്ലാസ് 10,000 എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് ഇതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ? അതായത് നമുക്ക് ത്രൂ ഔട്ട് ഒരു ഫോറിൻ ബോഡീസോ കണ്ടാമിനേഷൻസോ ഒന്നുമില്ലാണ്ട് നമുക്ക് പ്രൈമർ ഫാക്ടറായിട്ട് നമുക്കൊരു അസെപ്റ്റിക് ഏരിയ ഫോം ചെയ്യുക. ഫോറിൻ ബോഡീസ് ഇല്ലാണ്ട്, നോ കണ്ടാമിനേഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് HEPA ഫിൽട്ടർ, ഹൈ എഫിഷ്യൻസി പെർട്ടിക്കുലേറ്റ് എയർ. എങ്ങനെയാണ് HEPA ഫിൽട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെന്താണ് സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അതായത് നമുക്ക് പോകുന്ന എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവരുത്, ഫോറിൻ ബോഡീസ് ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് എങ്ങനെയായിരിക്കണം, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ HEPA ഫിൽട്ടേഴ്സിനകത്ത് പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് HEPA ഫിൽട്ടേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ മോഡൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്യൂട്ടിക്സിൽ പഠിക്കും. എന്നിരുന്നാൽ തന്നെയും ഇത് നമ്മൾ അറിഞ്ഞിരിക്കുക. HEPA filters are of different size fitted into ceiling of aseptic area and laminar airflow bench. The airflow should either horizontal or vertical in parallel direction with a velocity of 100 feet per minute, and air size of 0.3 micron is filtered at rate of 99.97% efficiency. വല്ല മനസ്സിലായോ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. HEPA ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസുകൾ ഉണ്ട്. നമ്മളിത് അസെപ്റ്റിക് ഏരിയയിൽ സീലിങ്സിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാമിനർ ഫ്ലോ ബെഞ്ച് ഉണ്ടാവാം. അതായത് നമുക്കൊരു ഫ്ലോ വരുന്ന, അല്ലെങ്കിൽ നമുക്ക് എയർ ഫ്ലോ വരുന്ന ഒരു ബെഞ്ചിൻ്റെ ഭാഗം നമുക്ക് കാണാം കേട്ടോ. എന്താണ് ലാമിനർ എയർ ഫ്ലോ, എവിടെ വരുന്നു, അത് എങ്ങനെ ഉപയോഗിക്കുന്നു, HEPA ഫിൽട്ടർ എവിടെ വരുന്നു എന്നുള്ള കാര്യം നമുക്ക് പറയാം, അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ദ എയർ ഫ്ലോ ഷുഡ് എയ്തർ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. ഒന്നെങ്കിൽ ഹൊറിസോണ്ടലി ആവാം, അല്ലെങ്കിൽ വെർട്ടിക്കലി ആവാം, അല്ലെങ്കിൽ അത് ഈവൻ ദോ പാരലൽ ഡിറക്ഷൻ ആവാം. വെലോസിറ്റി എങ്ങനെയായിരിക്കും? 100 feet per minute ആണ്. ഒരു മിനിറ്റിൽ 100 feet എന്ന കണക്കിലേക്കും പോവുക. ആൻഡ് ദ എയർ സൈസ് ഓഫ് 0.3 മൈക്രോൺ ഇസ് ഫിൽട്ടേർഡ് അറ്റ് റേറ്റ് ഓഫ് 99.97 എഫിഷ്യൻസി. അപ്പം എൻ്റെ എഫിഷ്യൻസി നമ്പർ എത്രയാണ്? 99.97% എഫിഷ്യൻസിയാണ്. 0.3 മൈക്രോൺ ഈസ് ഫിൽട്ടേർഡ്. കണ്ടോ, ഈ രണ്ട് വാല്യൂ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ HEPA ഫിൽട്ടേഴ്സ് അത്രയേ ഉള്ളൂ. ലാമിനർ ഫ്ലോ ക്ലിയർ ബെഞ്ച് എന്ന് നോക്കാം. Laminar airflow bench is used to perform sterility and other microbiological testing like bioassays. നമ്മൾ ബയോളജിക്കൽ ടെസ്റ്റിങ്സ്, ബയോ അസേ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ലാമിനാർ ഫ്ലോ ക്ലിയർ ബെഞ്ച്. വെർട്ടിക്കൽ ഉണ്ട്, ഹൊറിസോണ്ടൽ ഉണ്ട്. So laminar flow clear bench, being a major source of contamination, should be passed through a glass wool pre-filtered of 5.0 micron size. അതായത് 5.0 മൈക്രോൺ സൈസിൽ ഒരു ഗ്ലാസ് ഫിൽറ്റർ ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. അതികൊണ്ടേക്കും എയർ കടന്നു പോവുക. വിയ blower, the electrostat and dehumidifier control the airborne particles and percentage humidity by precipitating the particle due to opposite electric charges. അതൊരു ഇലക്ട്രിക് ചാർജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഒരു ഡീഹ്യൂമിഡിഫയർ ഉണ്ട്, അതുമാത്രമല്ല അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഹ്യൂമിഡിറ്റിനെയും എത്ര എമൗണ്ട് എയർ പോകണം എന്നുള്ളത് ഇവർ തീരുമാനിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, എയർ കടന്നു പോവുക. ഒരു ഓപ്പോസിറ്റ് ഇലക്ട്രിക് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. Electrical heat or reduce the moisture content of air respectively. അതുകൊണ്ട് തന്നെ ഈ എയറിനകത്തുള്ള മോയ്സ്ചർ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ ഹീറ്റർ ഉണ്ടാവും, അതെന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അത് 5.0 മൈക്രോൺ സൈസ് ആണ്, ഒരു ഗ്ലാസ് വൂൾ പ്രീ ഫിൽട്ടർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ഇതാണ് ഹൊറിസോണ്ടൽ ലാമിനർ ഫ്ലോ ക്യാബിനറ്റും വെർട്ടിക്കൽ ലാമിനർ ഫ്ലോ ക്യാബിനറ്റും. ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല, രണ്ടും കാണുമ്പോൾ സെയിം തന്നെയാണ് കേട്ടോ. HEPA ഫിൽട്ടേഴ്സ് ഇവിടെ ഉണ്ട്, ഇവിടെ HEPA ഫിൽട്ടേഴ്സ് ഉണ്ട്, വർക്കിംഗ് ടേബിൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ഫിൽട്ടർ പാഡ് എന്താണ്, ഇവിടെ വെർട്ടിക്കലിൽ ഫിൽട്ടർ പാഡ് മേലെയും ഹൊറിസോണ്ടലിൽ ഫിൽട്ടർ പാഡ് താഴെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത്. പിന്നെ ലൈറ്റും എയർ ഫ്ലോ എല്ലാം സെയിം ആണ്. ഇവിടെയാണ് മാനോമീറ്റർ, ഇവിടെ ഒരു മാനോമീറ്റർ ഉണ്ട്, പക്ഷെ ഇവിടെ മാനോമീറ്റർ ഒന്നും വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു ബ്ലോവറും ഫാനും ഇവിടെ എക്സ്ട്രാ, ഇവിടെ അവിടെയാണ് താഴെ വരുന്നതെങ്കിൽ ഇവിടെ മേലെ വരുന്നുണ്ട്. ഈ ഒരു ജസ്റ്റ് ഒരു ഫിഗർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും സെയിം തന്നെയാണ്. ആ ഒരു ഫ്ലോ വരുന്നതുകൊണ്ട് ഡിഫറൻറ്റ് വരുന്നേ ഉള്ളൂ. ഇവിടെ മാനോമീറ്റർ ഉണ്ട്, അവിടെ മാനോമീറ്റർ ഇല്ല എന്നൊരു കണ്ടീഷനൊന്നുമില്ല. ഇത് ഈ വെർട്ടിക്കലിലും മാനോമീറ്റർ ഉള്ളതുണ്ട് കേട്ടോ, ഈ പിക്ചറിൽ ഇല്ലെന്നേ ഉള്ളൂ. വെർട്ടിക്കലിലും മാനോമീറ്റർ വെക്കലുണ്ട്, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. രണ്ടും സെയിം, രണ്ടും ഒരേ സാധനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു ലാമിനർ ഫ്ലോ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആണെന്ന് മാത്രമേ ഉള്ളൂ. സോ സ്റ്റെറൈൽ മാനുഫാക്ചറിങ് ഏരിയ എന്താണ് സ്റ്റെറിൽ മാനുഫാക്ചറിങ് നമ്മൾ ത്രൂ ഔട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. ദ മാൻ പവർ റിക്വയർഡ് ഫോർ എ സ്റ്റെറിലൈസേഷൻ ഏരിയ ക്യാൻ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ഫാക്ടേഴ്സ് സച്ച് എസ് ദ സൈസ് ഓഫ് ദ ഏരിയ. അതായത് നമുക്ക് മാൻ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാൻ പവർ എത്ര വേണം, മാൻ പവർ
നമ്മളൊരു സ്റ്റെറൈൽ ഏരിയയിൽ നമുക്ക് എങ്ങനെയായിരിക്കണം മാൻ പവർ എന്ന് ചോദിച്ചാൽ മാൻ പവർ റിക്വയർമെൻറ്റ് ഫോർ എ സ്റ്റെറിലൈസേഷൻ ഏരിയ ക്യാൻ ബി വേരിയിങ് ഡിപ്പെൻഡിങ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് ദ സൈസ് ഓഫ് ദ ഏരിയ. നമുക്ക് എത്ര സൈസ് ആണ് നമ്മുടെ മാനുഫാക്ചറിങ് ഏരിയ എന്നുള്ളതിനെ ബാധിക്കുന്നു. ദ വോളിയം ഓഫ് സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ സ്റ്റെറിലൈസേഷൻ ആക്ടിവിറ്റി എത്രയാണെന്നുള്ളതിനെ ബാധിക്കുന്നുണ്ട്. ദ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ്സ് ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ടു ദ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഹിയർ ആർ സം ടിപ്പിക്കൽ റോൾസ് ആൻഡ് പേഴ്സണൽ യു മേ ഫൈൻഡ് ദ സ്റ്റെറിലൈസേഷൻ ഏരിയ. അതായത് ഒരു മാൻ പവർ അല്ലെങ്കിൽ ഒരു മാൻ പവർ സോഴ്സ് എത്ര വേണം എന്നുള്ളതിൻ്റെ സൈസിനെ ബാധിക്കുന്നു, സ്റ്റെറിലിറ്റിനെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം കോംപ്ലക്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫർദറിൽ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് sterilization techniques ആണ്. എന്താണ് sterilization technique? These are the front line personal responsibility for operating and maintaining the sterilization equipments. അതായത് നമ്മൾ ഈ sterilization equipments ഉണ്ടാവുമല്ലോ, ഇതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണം എന്നുള്ള അതിൻ്റെ ടെക്നിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ ടെക്നിക്സിനകത്തായിരിക്കും. They are trained in sterilization technique, equipment operation and the proper handling of sterilization instrument and supplies. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി നമുക്ക് കുറച്ച് സ്കിൽഡ് പേഴ്സൺസ് ഉണ്ടല്ലേ, കുറച്ച് ആൾക്കാർ ട്രെയിൻഡ് പേഴ്സൺസ് ആയിരിക്കും, അവർക്ക് സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ്, സ്റ്റെറിലൈസേഷൻ ഏത് നമുക്ക് ഉപയോഗിക്കാം, ഏത് മോഡ് ഉപയോഗിക്കാം, അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു ബോധം ഉണ്ടാവും. And sterilization technique are responsible for loading, unloading sterilizers, loading, unloading sterilizers, monitoring and documenting sterilization cycle, performing routine maintenance and troubleshooting equipment issues. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ലോഡിങ്, അൺലോഡിങ്, അതിൻ്റെ മോണിറ്ററിങ്, ഡോക്യുമെന്റ് എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ പറ്റി, നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രുമെന്റിനെ പറ്റി എല്ലാ കാര്യങ്ങളും നല്ല ബോധ്യം ഉണ്ടാവും. ഇത് വെച്ചിട്ടായിരിക്കും അവർ ഈ സ്റ്റെറിലൈസേഷൻ ടെക്നിക്സുകൾ ഫുൾ അവർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ടെക്നിക്സ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അവിടെ സ്കിൽ പേഴ്സൺ ഉണ്ടായിരിക്കും, അവർക്ക് അതിൻ്റെ ലോഡിങ്, അൺലോഡിങ്, അതിൻ്റെ ഹാൻഡ്ലിങ്, അതിൻ്റെ പ്രൊസീജിയർ, ട്രബിൾ ഷൂട്ടിങ് ഒക്കെ അവർക്ക് അറിയുണ്ടാവും. ഇതെല്ലാം അവർ തന്നെ ഇതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അവിടെ തന്നെ ആൾക്കാരുണ്ട്, നന്നാക്കണമെങ്കിൽ നന്നാക്കി കൊടുക്കും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കലുണ്ട്. സോ ക്വാളിറ്റി കൺട്രോൾ പേഴ്സണൽസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ക്വാളിറ്റി കൺട്രോൾ എന്താണ് അതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? Quality control personnel are responsible for conducting routine check and test to verify the effectiveness of sterilization product. Sterilize ചെയ്ത സാധനത്തിന് എല്ലാം പക്കയാണോ, വേറെ ഇഷ്യൂസ് ഉണ്ടോ നോക്കുന്നതാണ്. They may perform biological and chemical indicators testing, monitoring environmental condition, review documentation and record, and ensure compliance with regulatory requirements. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇതെല്ലാം പക്കയാണോ, അറ്റ്മോസ്ഫിയറൊക്കെ ഓക്കെ ആണോ, ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് എല്ലാം പക്കയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞ കാര്യമാണ്, അതൊന്ന് റിപ്പീറ്റേഷൻ വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. So inventory supply chain ആണ്. In sterilization area there is often a need for person who manage the inventory and supply chain of sterile instruments, supplies and packaging materials. ഒരു സാധനം എത്ര വേണം, ഇനി സ്റ്റെറിലൈസ് ചെയ്യണോ, എത്ര എണ്ണം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഒരു ഇൻവെന്ററി കീപ്പ് ചെയ്യാൻ പറ്റും, എത്ര നമുക്ക് മിനിമം വേണം, എത്ര മാക്സിമം വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഇൻവെന്ററി അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും തീരുമാനിക്കുക. The monitor stock level, place order, receive and inspect deliveries and ensure that an adequate supply of sterile products is maintained. അത് സ്റ്റെറിൽ പ്രൊഡക്ട്സ് എല്ലാം മെയിൻറ്റെയിൻഡ് ആണോ, ആഡിക്വേറ്റ് ആണോ, അതായത് ഓർഡർ ചെയ്ത് തന്നെയാണോ വന്നത്, ഒരു ക്രോസ് ചെക്കിങ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് നമുക്കൊരു മിനിമം ഇൻവെൻട്രി ഉണ്ടാവും, ഒരു മാക്സിമം ഇൻവെൻട്രി ഉണ്ടാവും. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ നമുക്ക് സ്റ്റെറിലിറ്റി പ്രൊഡക്ട്സ് ഇത്ര ഉണ്ട്, നമുക്കിത് സഫീഷ്യൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഇത്ര ഉണ്ടെങ്കിൽ മിനിമം ആണ്, നമ്മൾ റീ ഓർഡർ ചെയ്യേണ്ട സമയമായി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ത്രൂഔട്ട് തറവായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊരു മേജർ റോൾ തന്നെ ഇതിനകത്ത് അവർ പ്ലേ ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ റെഗുലേറ്ററി പേഴ്സൺസ് ആണ്. പേഴ്സണൽ complaints and regulatory personnel. Depending on the healthcare facility size and regulatory requirement, they may be personnel dedicated to complaints and regulatory affairs. They ensure that the sterilization area adhere to applicable regulatory standard and guidelines, and may be responsible in maintaining documentation, preparation for inspection and implementing quality management system. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലേറ്ററി ബോഡി ഉണ്ട്, അവരുടെ അപ്രൂവലൊക്കെ വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ നമ്മൾ കൊടുക്കുന്ന സമയത്തുള്ള SOPസും ഗൈഡ് ലൈൻസും ഒക്കെ പ്രകാരമാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഡോക്യുമെൻറ്റ് ചെയ്യുക, ആ ഒരു ഡോക്യുമെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻസ്പെക്ഷൻ ആൾ വരുമ്പോൾ ഇവരായിരിക്കും കൂടുതൽ അസിസ്റ്റ് ചെയ്യുക, നമ്മളിതൊക്കെ ചെയ്തു, ഇതൊക്കെ ഡോക്യുമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുക. പിന്നെ ക്വാളിറ്റി
മാനേജ്മെൻറ്റ് ത്രൂ ഔട്ട് ചെയ്യാവുന്നത്. അപ്പം ക്വാളിറ്റി പേഴ്സണൽസും ഈ റെഗുലേറ്ററി പേഴ്സണൽസും ഒരുമിച്ച് നമുക്ക് ക്ലബ് ചെയ്ത് പറയാം. കാരണം എന്താണ്, നമുക്ക് ത്രൂ ഔട്ട് ഈ മാനുഫാക്ചറിങ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് വളരെ ഒരു എന്താ പറയുക മിനിമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സീറോ ടോളറൻസ് ഓഫ് എന്താണ് എറേഴ്സ് നമുക്ക് വേണം. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന റെഗുലേറ്ററി പേഴ്സണൽസ്, സപ്ലൈ ചെയിൻ പേഴ്സണൽസ് അല്ലെങ്കിൽ ഇൻവെൻട്രി പേഴ്സണൽസ്, ക്വാളിറ്റി പേഴ്സണൽസ് ഒക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. സോ സർവീസസ് ആണ്. സ്റ്റെറിലിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും അല്ലേ, നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്റ്റെറിലിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും, കണ്ടാമിനേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അസെപ്റ്റിക് ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റെറിലിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും. കംപ്ലയിൻസ്, അതായത് നമുക്ക് മറ്റേ നോർമൽ കംപ്ലയിൻറ്റ് ചെയ്യുക അതല്ല, കംപ്ലയിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കുള്ള അങ്ങനെയുള്ള എല്ലാ സർവീസുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു SOPയോ അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റെറിലിറ്റി മാനുഫാക്ചറിംഗ് ഗൈഡ് ലൈൻസുകൾ നമ്മൾ വെച്ച് നമ്മൾ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ത്രൂ ഔട്ട് പ്രൊസീജിയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. കണ്ടോ, സ്റ്റെറിലിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റും, കണ്ടാമിനേഷൻ കൺട്രോൾ അഷ്യൂർ ചെയ്യാൻ പറ്റും, അസെപ്റ്റിക് ടെക്നിക്സുകൾ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും, നമുക്ക് കംപ്ലയിൻസ് അത് ത്രൂ ഔട്ട് ഫുൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പറഞ്ഞ ഗൈഡ് ലൈൻസും റെഗുലേറ്ററി ബോഡീസും സപ്ലൈ ചെയിനും ഒക്കെ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഷ്യൂർ ചെയ്യാനായിട്ട് പറ്റും. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ, ഒരുപാട് ടോപ്പിക്കുകൾ പറഞ്ഞു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എനിക്കറിയാം. കാര്യം ഇനിയും നമുക്കിതിൽ നോൺ സ്റ്റെറിൽ ഏരിയനെ പറ്റി പറയണം, ലിക്വിഡ്സ് അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും, കാര്യം ഓൾറെഡി അറിയുന്നുള്ള കാര്യമാണ്, ചുമ്മാ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും. സോ സ്കിപ്പ് ചെയ്ത് പോയെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്നാൽ തന്നെയും കുഞ്ഞു പോയിന്റ്സ്, നമ്മൾ നേരത്തെ മൈക്രോൺസിൻ്റെ അല്ലെങ്കിൽ മില്ലി ലിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആ പോയിന്റ്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിച്ചാലും കേൾക്കുക, ഇത് കേൾക്കുമ്പോൾ മനസ്സിലൊരു പിക്ചറൈസേഷൻ കൊടുക്കുക, അതിങ്ങനെയാണ് അതങ്ങനെയാണ് ഒരു പിക്ചറൈസേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. സോ വാട്ട് ഈസ് എ പ്രൈമറി എയിം ഓഫ് സ്റ്റെറൈൽ ഏരിയ ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ പ്രൈമറി എന്താണ്, പ്രൈമറി റോൾ എന്താണെന്നാണ് നമുക്കറിയാം അല്ലേ. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റൊക്കെ സ്റ്റെറൈൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന് ഫോറിൻ ബോഡിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതിനാണ് പ്രൈമറി എയിം. The first one is maintaining a controlled environment. Controlled environment നമുക്ക് അത് എന്താ സ്പെസിഫൈ ആയിട്ടില്ല, ആണ് സ്റ്റെറൈൽ ഏരിയ ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് തന്നെയാണ്. സെക്കൻഡ് വൺ എൻഷുർ ദ സ്റ്റെറിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ഇംപ്ലിമെന്റിങ് അസെപ്റ്റിക് ടെക്നിക്സ്. അസെപ്റ്റിക് ടെക്നിക്കിന്റെ ഭാഗമാണ്, സ്റ്റെറിലിറ്റി ഏരിയന്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് നമ്മൾ ചൂസ് ചെയ്യുക. അതായത് എൻഷുർ ദ സ്റ്റെറിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റിന് സ്റ്റെറിലിറ്റി കൊടുക്കുക, ബാക്കി രണ്ടിന്റെ ഭാഗം മാത്രമാണ്. Which of the following is an important factor to consider in a sterile area classification? ഒരു സ്റ്റെറൈൽ ഏരിയ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതിനാണ്? മെയിൻറ്റെയിൻ എ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ്, എൻഷുർ ദ സ്റ്റെറിലിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് എയർബോൺ പെർട്ടിക്കുലേറ്റ് കോൺസെൻട്രേഷൻ. അതായത് ഇതിൽ ഏതാണ് കൊടുക്കേണ്ടത്? കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് നമ്മൾ ഇതിൻ്റെ ഭാഗം തന്നെയാണ്, സ്റ്റെറിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് നമ്മുടെ ഔട്ട്പുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ഈ വരുന്ന എയറിൽ എത്രത്തോളം പെർട്ടിക്കുലേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എയറിൽ കണ്ടാമിനേഷൻ വരുന്നുണ്ടോ, ക്രോസ് കണ്ടാമിനേഷന് കാരണം ഈ എയർ ആണോ എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടത്. സോ എയർബോൺ പെർട്ടിക്കുലേറ്റ് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. Who is responsible for operating and maintaining sterilization equipment in a sterile area? നമുക്ക് ഓൾറെഡി അറിയില്ല, സ്റ്റെറിലൈസേഷൻ ഏരിയയിൽ ഈ അതിൻ്റെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും റെസ്പോൺസിബിൾ ആരാണ്? സ്റ്റെറിലൈസേഷൻ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പേഴ്സണൽസ് ആണ് അല്ലേ. അപ്പം സ്റ്റെറിലൈസേഷൻ ടെക്നീഷ്യൻസ്, കംപ്ലയിൻറ്റ്സ് ആൻഡ് റെഗുലേറ്ററി പേഴ്സൺസ്, ക്വാളിറ്റി കൺട്രോൾ പേഴ്സൺസ്. ക്വാളിറ്റി കൺട്രോൾ പേഴ്സൺസ് എന്താ ചെയ്യുന്നത്? അവിടെ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാണ്, ക്വാളിറ്റി അഷ്വറൻസ് ആണ് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് കംപ്ലയിൻറ്റ്സ് ആൻഡ് റെഗുലേറ്ററി പേഴ്സൺസ്, അവിടെ എന്താ ചെയ്യുന്നത്? അവർ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഡോക്യുമെൻറ്റേഷൻ ചെയ്യുന്നുണ്ട്, പിന്നെന്തുണ്ട്, അസിസ്റ്റിംഗ് ആരെ? ഇൻസ്പെക്ഷന് വരുന്ന ഇൻസ്പെക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം ഇവിടെ സ്റ്റെറിലൈസേഷൻ ഒരു എക്യുപ്മെൻറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരൊക്കെ ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആരാണ്? പേഴ്സണൽസ് ആണ് ചെയ്യുന്നത്. Which personnel are responsible for conducting routine checks and tests to verify the effectiveness of sterilization process? അത് നമ്മുടെ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ലേ, ഈ പ്രോസസ്സ് കറക്റ്റാണോ പക്കയാണോ ആരാണ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഈ സപ്ലൈ ചെയിൻ പേഴ്സണൽസ്, അവരല്ലല്ലോ, അവർ എത്രയാണ് ഇൻവെൻട്രി അങ്ങനെയുള്ള കാര്യങ്ങളെ നോക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് കംപ്ലയിൻറ്റ്സ് ആൻഡ് റെഗുലേറ്ററി പേഴ്സൺസ്, അവരെന്ത് ചെയ്യുന്നത്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഗൈഡ് ലൈൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുക അല്ലേ. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പേഴ്സണൽസ്, കണ്ടോ, അതായത് ഈ ക്വാളിറ്റി കൺട്രോൾ പേഴ്സൺസ് എന്താ ചെയ്യുക? ഈ ഇതെല്ലാം പക്കയാണോ, നമ്മൾ ചെയ്യുന്ന ത്രൂ ഔട്ട് എഫക്റ്റീവ് ആണോ, ഈ സെലക്ഷൻ പ്രോസസ്സൊക്കെ പക്കയാണോ, അങ്ങനെ റുട്ടീൻ ചെക്കപ്സും ടെസ്റ്റും ചെയ്യുന്നവരാണ് ക്വാളിറ്റി കൺട്രോൾ പേഴ്സണൽസ് ആണ്.
സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ലാർജ് വോളിയം പാരലൽസ്? അത് ഏതാണ് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ദ ഫസ്റ്റ് വൺ ഈസ് പാരലൽ പ്രിപ്പറേഷൻ അഡ്മിനിസ്റ്റർ ത്രൂ IV ഇൻഫ്യൂഷൻസ്, കറക്റ്റ് അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പാരലൽ പ്രിപ്പറേഷൻ സപ്ലൈസ് ഇൻ വോളിയം ലെസ് ദാൻ 100 ml, ആണോ? അല്ലല്ലേ, സ്മോൾ വോളിയം അല്ലേ? ആൻഡ് പാരലൽ പ്രിപ്പറേഷൻസ് യൂസ് ഫോർ ഇമ്മീഡിയറ്റ് ഡ്രഗ് ഡെലിവറീസ്. പാരലൽ പ്രിപ്പറേഷൻസ് ഇമ്മീഡിയറ്റ് കൊടുക്കാം, പക്ഷേ ഇതെന്താണ് സ്മോൾ വോളിയത്തിനെ പറ്റിയാണ് പറയുന്നത്. നമുക്കിവിടെ ലാർജ് വോളിയം പാരലൽസിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ബെസ്റ്റ് ചെയ്തെന്നാണ്. അപ്പം പാരലൽസ് പ്രിപ്പയർഡ് അഡ്മിനിസ്ട്രേറ്റ് ത്രൂ IV fluids. And which of the following is a characteristics of small volume parallels? എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫ്ലൂയിഡ് റിപ്ലേസ് ആൻഡ് ഹൈഡ്രേഷൻ ആണോ? അല്ലല്ല, അത് ലാർജ് വോളിയിൽ ചെയ്യുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റ് സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഡോസ്, സിംഗിൾ ആയിട്ടും കൊടുക്കുക, മൾട്ടിപ്പിൾ ആയിട്ടും കൊടുക്കുക. അത് സ്മോൾ വോളിയം പക്കയാണല്ലേ, കറക്റ്റ് ആണ്. ആൻഡ് ടിപ്പിക്കൽ യൂസ് ഓഫ് എക്സ്റ്റെൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പീരീഡ്, ഓവർ എ പീരീഡ് കൊടുക്കുന്ന ഏതാണ്? ലാർജ് വോളിയം അല്ലേ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷനെ സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ഡോസ് നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ദ പ്രൈമറി പേർപ്പസ് ഓഫ് എയർ ഫിൽട്രേഷൻ സ്റ്റെറിലൈസേഷൻ മാനുഫാക്ചറിങ്? എന്തിനാണ് എയർ ഫിൽട്ടർ വയ്ക്കുന്നത്? കണ്ടാമിനേഷൻ ഉണ്ടാവരുത്, ഇതാണ് മെയിൻ. അതായത് ഫോറിൻ ബോഡി വരരുത്. ടു റിമൂവ് പാർട്ടിക്കിൾസ് ആൻഡ് മൈക്രോ ഓർഗാനിസം ഫ്രം ദ എയർ, കറക്റ്റ് ആണ് കേട്ടോ. ആൻഡ് ദ മെയിൻറ്റെയിൻ എ കൺട്രോൾ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ചെയ്യുന്നവരാണോ? അല്ലല്ലേ. ആൻഡ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഫ്രം ഹ്യൂമൻ സോഴ്സ്. ഹ്യൂമൻ സോഴ്സ് മാത്രം മതിയോ? ഇവിടെ ചോദ്യം എന്താണ്? മാനുഫാക്ചറിങ് ഏരിയയിൽ എയർ ഫിൽട്രേഷൻ്റെ കാര്യം എന്താണെന്ന് ആലോചിക്കണേ. ഇവിടെ കണ്ടാമിനേഷൻ ഓക്കെ, അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? റിമൂവ് പാർട്ടിക്കിൾ ഫ്രം മൈക്രോ ഓർഗാനിസം ഫ്രം ദ എയർ ആണ്. Which of the following is essential component of personal protective equipment PPE used in sterile manufacturing area? Safety goggles, earplug and sterile gowns. ഇവിടെ സേഫ്റ്റി ഗൂഗിൾസ്, കണ്ണട എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും നിർബന്ധമാവണമെന്നില്ല. ഇപ്പോൾ ചില സമയത്ത് നമുക്കത് മാറ്റേണ്ടി വന്നേക്കാം. ഇയർ പ്ലഗ്സ് ചെവിക്കകത്ത് വെക്കുന്ന നിർബന്ധമല്ല, ചില എപ്പോഴും വെക്കണം നിർബന്ധം വരില്ല. പക്ഷേ സ്റ്റെറൈൽ ഗൗൺ എന്ന് പറയുന്നത് എപ്പോഴും നിർബന്ധമാണ്. ആ ഒരു ത്രൂ ഔട്ട് പീരീഡിൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ലോക്ക് ചെയ്യുന്നത്. ആദ്യം സേഫ്റ്റി ഗൂഗിൾസ് ആണ് നമ്മൾ വിചാരിക്കുന്നത്, അയ്യോ കണ്ണ് വെക്കണമല്ലോ, കണ്ണിൽ എന്തെങ്കിലും വീടില്ല വിചാരിക്കും. ഇയർ പ്ലഗ്, ചെവി വേദനയാണ്, ഇൻഫെക്ഷ്യസ് ആണ്, അതുകൊണ്ട് അല്ലെങ്കിൽ ചെവി എന്തെങ്കിലും വീടിന്ന് വിചാരിച്ചിട്ട് ഇയർ പ്ലഗ് വെക്കണ്ടേ എന്ന് വിചാരിക്കും. അതുമല്ല, അപ്പം സ്റ്റെറിൽ ഗൗൺ വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. അതില്ലാണ്ട് നമുക്കൊരു സ്റ്റെറിലിറ്റി ഏരിയയിൽ നമുക്ക് കയറാൻ പറ്റില്ല. സേഫ്റ്റി ഗൂഗിൾസ് എപ്പോഴും മാൻഡേറ്റ് ആയിട്ട് വരണമെന്നില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒരു വലിയ ടോപ്പിക്കാണ്. ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, സിമ്പിളാണ്. ത്രോട്ട് കേൾക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക, അതനുസരിച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇത് എങ്ങനെയൊക്കെ വന്നേക്കാം, എങ്ങനെയൊക്കെ ചോദിച്ചേക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് വേണം ഓരോ ഉത്തരവും ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് ഒരുപാട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് വരും, ഒരുപാട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആസ്പെക്ട്സിൽ വരും. അപ്പം അത് എങ്ങനെ ലോക്ക് ചെയ്യണം, അത് എങ്ങനെയായിരിക്കണം നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആ പഠിച്ച നോട്ട്സൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വെക്കുക. അത് ഒരു നോട്ട്സിലാക്കിയിട്ട് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേയൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഓക്കെ ഹെപ്പ ഫിൽട്ടർ എങ്ങനെയുണ്ട്, ഹൊറിസോണ്ടലുണ്ട്, വെർട്ടിക്കലുണ്ട്, മാനോമീറ്റർ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഏരിയയൊക്കെ ഒരു ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ത്രൂ ഔട്ട് നോക്കുന്നുണ്ട്, റെഗുലേറ്ററി കാര്യമാണ് കൂടുതൽ ഡോക്യുമെൻ്റ് ചെയ്യുക, അവർ ഇൻസ്പെക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ വെച്ച് അങ്ങ് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഫുള്ളി കിട്ടും. താങ്ക് യു.